നിന്നും പുറപ്പെടുന്ന ശക്തമായ സൗരജ്വാലകളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ISRO. സൂര്യന്റെ ഉപരിതലത്തിലുണ്ടാകുന്ന ഊർജ്ജ സ്ഫോടനമാണ് സൗരജ്വാല എന്ന് പറയുന്നത്. എങ്ങനെയാണ് സൗരജ്വാലകൾ ഭൂമിയിലെ മനുഷ്യരെ ബാധിക്കുന്നത് എന്ന് വിശദമായി തന്നെ നോക്കാം. സൂര്യന്റെ ഉപരിതലത്തിൽ ഉണ്ടാവുന്ന വലിയ സ്ഫോടനമാണ് സൗരജ്വാലയെന്ന് ലളിതമായി പറയാം. സൂര്യന്റെ കാന്തിക ക്ഷേത്രത്തിന്റെ വ്യതിയാനം മൂലമാണ് ഇത് സംഭവിക്കുന്നത്. ഇത് പ്രകാശവേഗത്തിൽ അൾട്രാവയലറ്റ് രശ്മികളും റേഡിയോ തരംഗങ്ങളും എക്സ് കിരണങ്ങളും പുറത്തുവിടുന്നു. സൂര്യനിലെ ഏറ്റവും അപകടകരമായ ഇടം എന്നറിയപ്പെടുന്ന AR 14366 വമ്പൻ പൊട്ടിത്തെറികൾ ഇപ്പോൾ നടക്കുന്നത്. ഫെബ്രുവരി 1 മുതൽ സൂര്യൻ അസാധാരണമാം വിധം ശക്തമായ സോളാർ ഫ്ലെയറുകൾ, അതായത് സൗരജ്വാലകൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി 1-നുണ്ടായ മാഗ്നിറ്റ്യൂഡ് X8.1 ആയിരുന്നു ഏറ്റവും വലിയ ശക്തമായ പൊട്ടിത്തെറി. അതായത് കോടിക്കണക്കിന് ഹൈഡ്രജൻ ബോംബുകൾ പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാവുന്ന അത്രയും ശക്തിയിലാണ് ഈ പൊട്ടിത്തെറികൾ ഉണ്ടായത്. കഴിഞ്ഞ ബുധനാഴ്ച ഇന്ത്യൻ സമയം പുലർച്ചെ 5:43 സൂര്യനിൽ ഒരു വമ്പൻ പൊട്ടിത്തെറി ഉണ്ടായി. ഇതിനെ തുടർന്ന് ആഫ്രിക്കയിലും യൂറോപ്പിലും റേഡിയോ സിഗ്നലുകൾ തടസ്സപ്പെട്ടു. കപ്പലുകൾക്കും വിമാനങ്ങൾക്കും സിഗ്നലുകൾ ലഭിച്ചില്ല. ഇതിന് പിന്നാലെയാണ് മുന്നറിയിപ്പുമായി ISROയും എത്തിയത്. സൂര്യനെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച ആദിത്യ L1 ഈ ഘട്ടത്തിൽ ഏറെ നിർണായകമാണ്. ISROയുടെ ആദിത്യ L1 ഉപയോഗിച്ച് ഇപ്പോൾ സൂര്യന്റെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കുകയാണ്. കമ്മ്യൂണിക്കേഷൻ, നാവിഗേഷൻ, കാലാവസ്ഥ എന്നിവയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാറ്റലൈറ്റുകളുടെ സഞ്ചാരപാത മാറ്റണോ അതോ അവയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കണോ എന്നത് ആദിത്യ L1 നൽകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുക. ശക്തമായ സോളാർ ഫ്ലെയറുകൾ ഉണ്ടാവുമ്പോൾ അത് സാറ്റലൈറ്റുകളുടെ പ്രവർത്തനത്തെ ബാധിക്കാം. GPS-കൾ തെറ്റായ വിവരങ്ങൾ നൽകാനും ഇടയുണ്ട്. കൂടാതെ വയർലെസ് ആശയവിനിമയങ്ങൾക്കും തടസ്സങ്ങൾ ഉണ്ടാകാം. വിമാനങ്ങൾ ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്ന ഹൈ ഫ്രീക്വൻസി സിഗ്നലുകൾ തടസ്സപ്പെടാം. പ്രത്യേകിച്ച് പോളാർ മേഖലയിലൂടെ സഞ്ചരിക്കുന്ന വിമാനങ്ങളെ ഇത് ബാധിക്കും. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാൽ സൂര്യന് 11 വർഷം കൂടുമ്പോൾ മാറി മറിയുന്ന ഒരു സൈക്കിൾ ഉണ്ട്. നിലവിൽ നമ്മൾ ഉള്ളത് ആ സൈക്കിളിന്റെ ഉച്ചസ്ഥായിയിലാണ്, സോളാർ മാക്സിമത്തിൽ.